മനുഷ്യജീവിതത്തിന് 4 ലക്ഷ്യങ്ങളുണ്ട് എന്ന് ഹൈന്ദവ സംസ്കാരം പറയുന്നു. ഇവയുടെ കൂടിച്ചേരലാണ് നല്ലൊരു ജീവിതത്തിന്റെ ലക്ഷണം. ഇവയെ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നു. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയാണത്. സീതാപഹരണത്തിന് ശേഷം രാമലക്ഷ്മണന്മാർ സീതയെ അന്വേഷിച്ച് നടക്കും വഴിയാണ് ജടായുവിനെ കാണുന്നത്. സീതയെ കൊന്നുതിന്ന പക്ഷിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നതും ജടായു ഉണ്ടായ സംഭവങ്ങൾ വിവരിക്കുന്നതും ശ്രീരാമാനുഗ്രഹത്തിന് പാത്രമായി ജടായു മോക്ഷപ്രാപ്തനാകുന്നതുമാണ് ഇന്ന് നമുക്കായി പാരായണം ചെയ്യുന്നത്. രാമ 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 പാഹി മാം, രാമ രാമ പാഹി മാം, രാമ രാമ പാഹി മാം. ജടായുഗതി. അഗണ്യഗുണമാദ്യം ഔവ്യയം അപ്രമേയം അഖില ജഗൽ സൃഷ്ടി സ്ഥിതി സംഹാരമൂലം പരമം പരാപരം ആനന്ദം പരാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം. महित कडाक्ष विक्षेपितामरशुचं रहितावधि सुखमिन्दिरा मनोहरं श्यामलं जटामकुटोज्ज्वलं चापशर कोमलकराम्बुजं प्रणतोऽस्म्यहं रामम्. भुवनकमनीयरूपमीडितं शतरविभासुरम् अभीष्टप्रदं शरणदं सुरपादपमूल रचितनिलयनं सुरसञ्जयसेव्यं प्रणतोऽस्म्यहं रामम्. भवकाननदवदहन नामधेयं भवपङ्कज भव मुखदैवतं देवं धनुजपति कोटिसहस्रविनाशनं मनुजाकारं हरिं प्रणतोऽस्म्यहं रामम्. भवभावनाहरं भगवत्स्वरूपिणं भवभीविरहितं मुनिसेवितं परं भवसागर तरणाङ्घ्रिपोतकं नित्यं भवनाशायानिशं प्रणतोऽस्म्यहं रामम्. गिरिशगिरिसुता हृदयाम्बुजावासं गिरिनायकधरं गिरिपक्षारिसेव्यं सुरसञ्जयधनुजेन्द्र सेवित पादं सुरपमणिनिभं प्रणतोऽस्म्यहं रामम्. परदारार्ध परिवर्जित मनीषिणां परपूरुषगुणभूति सन्तुष्टात्मनां परलोकैकहितनिरतात्मनां परलोकैकहितनिरतात्मनां सेव्यं परमानन्दमयं प्रणतोऽस्म्यहं रामम्. स्मितसुन्दर विकसितवक्त्राम्भोरुहं स्मृतिगोचरमसिताम्बुद कळेबरं सितपङ्कजचारुनयनं रघुवरं क्षितिनन्दिनीवरं प्रणतोऽस्म्यहं रामम्. जलपात्रौघ स्थितरविमण्डलं पोले सकलचराचर जन्तुक्കളുള്ളിൽ വാഴും പരിപൂർണാത്മാനമദ്വയം ഔവ്യയം ഏകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം. വിധിമാധവ ശംഭുരൂപഭേദേന
ഗുണത്രിതയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശ മുനിജന സ്തുതമൗവ്യക്തമജം ക്ഷിതിജാമനോഹരം പ്രണതോസ്മ്യഹം രാമം. മന്മഥശതകോടി സുന്ദരകളേവരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മ കർമാധാരം അപ്യനാധാരം നിർമ്മമം ആത്മാരാമം പ്രണതോസ്മ്യഹം രാമം. ഈ സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പക്ഷീന്ദ്രൻ തന്നോടരുൾ ചെയ്തു മധുരമായി. അസ്തു തേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണോ പരം. ഈ സ്തോത്രം എഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവനു വന്നിടും മത്സാരൂപ്യം. പക്ഷീന്ദ്ര, നിന്നെപ്പോലെ മൽപരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷിശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചു പോയി. ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചു തേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. രാമ രാമ പാഹി മാം, രാമചന്ദ്ര പാഹി മാം, രാമ രാമ പാഹി മാം, രാമചന്ദ്ര പാഹി മാം.